ചാനലിലേക്ക് സ്വാഗതം. ഇനിയിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയർ പരിപ്പ് പ്രഥമം വറുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ പകുതി എടുത്തിപ്പം വറക്കും. പകുതി വറുത്താൽ ഒന്ന് മൂപ്പിച്ചിട്ട് വറക്കണം. പകുതി ചള്ള് ഭാഗത്തിന് വറക്കണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ മൂത്തത് അധികം പോകില്ല, മൂക്കാത്തത് അടിഞ്ഞു പോകും. അടിഞ്ഞു പോയാൽ അതിൻ്റെ പാകത്തിന് വറക്കണം. തികച്ചും അടിഞ്ഞു പോയാൽ രസമുണ്ടാവില്ല. പരിപ്പ് കുറച്ച് കടിക്കാൻ വേണം. അങ്ങനെയാണ് ഈ പ്രഥമം വെക്കുന്നത്. ഇതിങ്ങനെ വറുത്ത് ഇങ്ങനെ ചോപ്പ് വറക്കണം. ഒരു ആഴ്ച പകുതി ഇവിടെ വെച്ച് പകുതി അരക്കിലോനാണ്. പകുതി ഇവിടെ വെച്ചിട്ട് പകുതി ഇട്ടില്ല, അരക്കിലോനായത്. ഇതിപ്പോൾ ഞാൻ വറുത്തിട്ടുണ്ട്, വറുക്കാൻ നോക്കുന്നുണ്ട്. ഇത് തോന്ന് പോയുമ്പോൾ കുറേ കഴിയുമ്പോൾ ഇപ്പുറത്തേക്ക് ഇടുക, മറ്റേതും കൂടി ഇടപ്പുറം ഇടുക. എന്നാൽ പാകത്തിനായി കിട്ടും. കുറച്ച് നല്ലപോലെ തോന്ന് വരണം. ഈ പകുതി അങ്ങനെ കുറേ ചൂടായിട്ടാൻ വിട്ടാൽ മറ്റേത് പാകത്തിനായിക്കോളും. അല്ലെങ്കിൽ വെവുകയില്ല, പകുതി വെവുകയില്ല, പകുതി വെവുകാണ്ട് പോയാൽ വെച്ചിട്ട് പോയാൽ വിഷമം. ഇത് ആദ്യത്തേത് പാകമായി വന്നു. ഇതിപ്പോൾ മൂത്ത് വന്നു. ഇനിയിപ്പം രണ്ടാമത്തേത് ഇളം പാകത്തിനുള്ളത് ഇടണം. ഇത് ആദ്യത്തേതായി. ഇതിപ്പം അത് കഴിഞ്ഞിട്ട് മറ്റേതും കൂടി ഇനി ആക്കണം. അപ്പം ഇതിപ്പം ഒന്ന് ഇളം ഭാഗത്തിന് ഒന്ന് മൂത്ത ഭാഗത്തിനാണ് ഇപ്പം വറുക്കുന്നത്. ഇതിപ്പോൾ ഒന്ന് ഇളം ഭാഗത്തിന് വറുത്തട വെച്ചു. ഇനിയിപ്പോൾ ഇത് മൂത്ത ഭാഗത്തിന് വറുക്കണം. ഇതിപ്പം പിന്നെ ഇത് ഇനി വറുക്കട്ടെ. ഇത് വറുത്തിട്ട് രണ്ടും കൂടി ഒന്നിച്ചിട്ട് വേവ് പകുതി വേവ് ചള്ളി അടിഞ്ഞു പോകും. പിന്നെ രണ്ട് തരത്തിൽ തന്നെ ഇടണം. അടിഞ്ഞു പോകാണ്ടൊക്കെ കൊഴുപ്പ് കിട്ടണം. വെന്തിട്ടില്ലെങ്കിൽ കൊഴുപ്പ് കിട്ടില്ല. അതുകൊണ്ട് രണ്ട് തരത്തിൽ വറുക്കണം. പകുതി പിന്നെ ഇളം ഭാഗത്തിലും പകുതി കൂട്ടിയിട്ടും വറുക്കണം. ഇതേ തോതിൽ ഞാൻ വറുത്ത് ശരിയട്ടെ. വറുത്തിട്ടാകുമ്പോൾ നിങ്ങൾക്ക് എനിക്ക് കാണിച്ചു തരാം. ഇത് ചള്ളി ഭാഗത്തിൽ വറുത്തതാണ്. ഇത് ഇളം ഭാഗത്തിൽ വറുത്തതാണ്. ഇത് മൂത്ത ഭാഗത്തിൽ വറുത്തത്. രണ്ട് തരത്തിലാണ് വറക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ചുവപ്പ് ജാസ്തി കണ്ട ഇത് ഞാൻ അരുവിലിട്ട് തരാം. ഇരുവിലിട്ട് കാണിച്ചു തരാം. കുറച്ച് ഇളം ഭാഗമാണ്. ഇത് കണ്ടില്ലേ, ഇത് കുറച്ച് മൂപ്പിച്ചതാണ്. ഇത് ഇളം ഭാഗത്തിനുള്ളതാണ്. കണ്ടില്ലേ, കണ്ടോ? ഒന്ന് ലേശം ജാസ്തിയാണ്, ഒന്ന് കുറച്ച് കുറവാണ്. ഇതെന്ന് വെച്ചാൽ അണ്ടിപ്പരിപ്പ്, ഇത് മുന്തിരി, ഇത് ഏലക്കായ്. ഇത് പൊടിച്ചിട്ട് വേണം. കുറച്ച് ചുക്കിൻ്റെ പൊടി വേണം. ചുക്കിൻ്റെ പൊടി കിട്ടിയിട്ടില്ല. പിന്നെ സാരമില്ല, പിന്നെ എന്താ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇതിപ്പോൾ ഇനി ഇതിവിടെ വെള്ളം എടുത്ത് അടുപ്പത്ത് ഒഴിച്ചിട്ട് വെള്ളം അടുപ്പത്ത് ഒഴിക്കട്ടെ. ഇതിനിപ്പോൾ ഇത് വെന്തിട്ടാകുമ്പോഴാണ് നമ്മൾ ഇനിയത്തെ പരിപാടി ഉള്ളത്. ഇത് അടുപ്പത്ത് വെച്ചിട്ട് വേവിക്കട്ടെ. ഇപ്പം ഇത് അടുപ്പത്ത് വെച്ചു. ഇപ്പം കണ്ടില്ലേ, ഇതിങ്ങനെ വെന്തിട്ടാകുമ്പോൾ ഇനി നമ്മൾ അപ്പുറത്തെ ബാക്കി പണി നമ്മൾ അന്നേരം എടുക്കുക. അപ്പോഴേക്ക് നമുക്ക് തേങ്ങ പൊട്ടിച്ചിട്ട് ചെരുവിയിട്ട് പാലെടുത്ത് വെക്കാം. പൊട്ടിച്ച് ചെരുവിട്ട് പാലെടുത്ത് വെക്കട്ടെ. ഇനി തേങ്ങ പീയാൻ വേണ്ടിയിട്ട് നോക്കലാണ്. ഇത് തേങ്ങ പീഞ്ഞിട്ട് തമ്പാലെടുക്കലാന്നേ. ഇത് തേങ്ങേൻ്റെ തേങ്ങാപ്പാലെടുക്കലാണ്. ഇത് തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ട് എടുക്കുക. ഞാൻ തമ്പാൽ വേറെ ഒന്നും എടുത്ത് വെച്ചിട്ടില്ല. ഇതിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും എടുക്കുന്നുള്ളൂ. പിന്നെ വേണ്ടിക്കൽ മാത്രം മൂന്നാം പാൽ എടുക്കുക. അങ്ങനെയാണിപ്പോൾ ഞാൻ എടുക്കുന്നത്. അരിപ്പിയും അരിച്ചിട്ട് ഇതിൻ്റെ തേങ്ങാപ്പാൽ എടുക്കാൻ ലേശം മിക്സിയിലിട്ട് അടിച്ചാൽ ഇതിൻ്റെ പാൽ വേഗം ഫുള്ളായിട്ട് വരും. ഇത് കുറച്ച് ചൂടുവെള്ളത്തിൽ പാൽ പിഴിഞ്ഞെടുക്കണം. ഇതിന് കുറേ ചൂടുവെള്ളം ഒഴിക്കുക. ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ പാല് തേച്ച് ഇങ്ങോട്ടേക്ക് വരും. നമ്മൾ ഒന്നും പറ്റി നിൽക്കില്ല. കണ്ട, ചൂടുവെള്ളം ഒഴിച്ചാൽ നല്ല പാല് എടുക്കാൻ കിട്ടും. പാല് ഒന്നും ആ തേങ്ങ പീരയിലുണ്ടാവില്ല. അത് ഒതുക്കിയിരിക്കും പറഞ്ഞേ. കണ്ട, ഇതേപോലെ ഇത് ഇതിൻ്റെ അകത്ത് ഒഴിക്കുകയും ചൂടുവെള്ളത്തിൽ ഒഴിച്ചിട്ട് നമുക്ക് പിന്നെ വേണ്ടിക്കൽ മാത്രം പിഴിഞ്ഞാൽ മതി. അതിന് ഒഴിച്ചിട്ട് വേണ്ടുന്ന പാലെടുത്താൽ മതി. ഇതിപ്പോൾ 2 പാല് എടുത്ത് വെച്ചാൽ മൂന്നാമത്തെ പാല് വേണ്ട. മൂന്നാമത്തെ പാല് വേണ്ടിക്കൽ നമ്മൾ പിഴിഞ്ഞെടുത്താൽ മതി. ഇതിപ്പം കണ്ടില്ലേ, ഇനി പാലിൻ്റെ പറ്റ് ഇല്ല. അഥവാ വേണമെന്നുണ്ടെങ്കിൽ ഇത് പിഴിഞ്ഞിട്ട് മൂന്നാമത്തെ പാലിനെടുക്കുക. കൂടുതൽ വെള്ളമായിപ്പോയാൽ അത് വെച്ചാൽ അത് ഓണമുണ്ടാവില്ല. പാകത്തിന് പാല് കളയണ്ടേ. അതുകൊണ്ട് കുറച്ച് നോക്കിയിട്ട് പിഴിഞ്ഞാൽ മതി. ഇതിപ്പോൾ കണ്ടല്ലേ, ഇത് വെന്തു പാകമായിട്ട് വന്നു. ഇനി പിന്നെ നമ്മൾ വെള്ളം ഇടാൻ പോകുന്നു. ഈ വെള്ളം നോക്കിയിട്ട് ഇതിലിട്ടേ. 750 വെള്ളമാണ്.
അര കിലോ പരിപ്പ്. ഇതാണ് ഇതിൻ്റെ കണക്ക്. ഈ കണക്ക് കൃത്യമായിട്ട് കണക്കിൽ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ പിന്നെ നമുക്കതിന് ടേസ്റ്റ് കിട്ടുള്ളൂ. പ്രഥമന് വെല്ലം കുറയാൻ പാടില്ല. പിന്നെ അങ്ങനെയുണ്ട്. ഇതിപ്പം പറഞ്ഞിട്ട് വരും. ഇതിപ്പോൾ വെല്ലം ഇട്ട് വരണ്ട് വരുന്നുണ്ട്. വെല്ലം ഇട്ടിട്ട് വെല്ലം ആയില്ല, ഇതിൻ്റെ വെല്ലം അരിഞ്ഞ് കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കണം. ഇതിൻ്റെ അകത്ത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് വറുത്ത് വരണം. ഇത് വെല്ലം ഇങ്ങനെ കുറുണ്ട് വന്ന് എല്ലാം അരിഞ്ഞ് നല്ല പാകത്തിനായി കഴിഞ്ഞിട്ട് വേണം നമുക്കിനി വെല്ലം ഈ തേങ്ങാപ്പാൽ ഒഴിക്കട്ടെ. ഇനി തേങ്ങാപ്പാൽ ഒഴിക്കാം, എന്നാൽ അപ്പോഴേക്ക് പാകാവും. തമ്പാലെടുത്ത് വെച്ചിട്ടില്ല, അതുകൊണ്ട് ഒന്നാം പാലാണിത്. തമ്പാൽ ഞാൻ ചൂടത്തിലാക്കിയോണ്ട് തമ്പാൽ കിട്ടിയിട്ടില്ല. മറ്റേ തമ്പാൽ പിഞ്ഞ് വെക്കുമായിരുന്നു, അത് പിഞ്ഞ് വെച്ചിട്ടില്ല. അത് വയ്യ ഒഴിക്കൂല, പക്ഷേ ഞാൻ അത് ഒഴിച്ച് വെച്ചില്ല. ഇത് ഒന്നാം പാലാണ്. ഇനി രണ്ടാം പാൽ ഒഴിക്കണം. ഇതിപ്പോൾ ഇങ്ങനെയായി. ഇത് കണ്ടില്ലേ, ഒന്നാം പാൽ. ഇത് രണ്ടാം പാലാണ്. ഇതിനകത്ത് കുറച്ച് പഞ്ചസാരയും ഇതിട്ടിട്ട് ഈ ഏലക്കായ് പൊടിച്ചിനായിരുന്നു. ഏലക്കായ് പൊടിച്ച് ലേശം പറ്റിപ്പോയതുകൊണ്ട് അതിൻ്റെ അകത്തെ തേച്ചും പൊടി കിട്ടിയിട്ട് മിക്സിയിലിട്ട് പൊടിച്ചാണ്. അതുകൊണ്ട് ഇതിനകത്ത് ഈ തേങ്ങാപ്പാലിട്ട് ഒഴിച്ചിട്ട് അത് വെള്ളമാക്കി ഇതിൻ്റെ അകത്തുണ്ട് ഏലക്കായ്. മറ്റേ ഏലക്കായ് പൊടിച്ചിട്ട് വേറെ കിട്ടണം, അത് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഈ തേങ്ങ ഇത് ലേശം ഇത് തിളക്കാനായി എല്ലാം ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇതിൻ്റെ അകത്ത് കുറച്ചേ ഉണ്ട്, കൂടുതലുണ്ട്. ഈ വെല്ലം ഇടുമ്പോൾ കുറച്ച് ഉപ്പിടണം. കൂടുതലായാലും ഉപ്പ് ചോദിക്കും, അതുകൊണ്ട് കുറച്ചേ ഇട്ടിട്ടുള്ളൂ. ഇതിപ്പോൾ പിന്നെ ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ ഇത് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പശു നെയ്യ് ഇട്ടിട്ട് കുറച്ച് ആ മുന്തിരി അണ്ടിപ്പരിപ്പും നമ്മൾ വറക്കലാണ് ഇത് ഇങ്ങനെ ഇതിൽ വറുത്തിട്ട് അതിൽ ഇടുക വേണ്ടത്. കണ്ടാ, മതി, അത്രയും വേണ്ടു. ഇതിങ്ങനെ വറക്കണം. ഇത് കണ്ടില്ലേ, ഇത് പിന്നെ മുന്തിരി അണ്ടിപ്പരിപ്പും കൂടി വറുത്തതാണ് അതിലേക്ക് ഇതല്ലേ. ഇതാണ് നമ്മളെ പ്രഥമൻ റെഡിയായി വരുന്നത്. നല്ല അടിപൊളി പാകത്തിന് വന്നിട്ടുണ്ട്. നല്ല മണം നേടുങ്ങി. നല്ല ഇതിന് കുറച്ച് ചുക്ക് പൊടി വേണമായിരുന്നു. ചുക്ക് പൊടി കിട്ടിയിട്ടില്ല, അതിന് കൊണ്ടുവന്നിട്ടാകുമ്പോൾ വേണം ഇടണ്ടിക്കില്ല, ഇട്ട് വെക്കണം. കുറച്ച് ചുക്ക് പൊടിയും കൂടി ഇടണം. ഏലക്കായ്, മുന്തിരി, അണ്ടിപ്പരിപ്പ്, ഏലക്കായ് പൊടിച്ചിട്ടും ഏലക്കായും ചുക്കും പൊടിച്ച് പൊടി ഇടുക. കുറച്ച് ഒരു 10 ഏലക്കായ് ഇട്ടാൽ മതി. ഇത്ര അര കിലോന് അത്രയും കൊണ്ടു. ഇനി അത്ര ഇടുന്നതിനും കുഴപ്പമില്ല, നിങ്ങൾക്ക് എത്ര വേണമെന്ന് വേണമെന്നൊക്കെ വേണം പോലെ ഇടാം. ഞാനൊരു 10-15 ഇട്ടിന്, അത്രയും ഇട്ടിട്ടില്ലോ. 10-15 ഏലക്കായ് ഇട്ടിന്. പിന്നെ മുന്തിരി അണ്ടിപ്പരിപ്പും എടുത്തിന്, അതും ഇട്ടു. ഇപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളി പായസം. ഇതിന് ഒരു തെറ്റും കുറവും നമ്മൾ സദ്യക്കും കൂടി ഇത്ര കണ്ടീഷൻ ഉണ്ടാവില്ല. അത്രയും നല്ല കണ്ടീഷൻ. തേങ്ങാപ്പാലും നല്ല പാകത്തിനുണ്ടായിട്ടുണ്ട്. എല്ലവും തേങ്ങയും 2 തേങ്ങ, ഒരു 750 വെല്ലം, അര കിലോ പരിപ്പ്. ആ അര കിലോ പരിപ്പിൽ പകുതി പരിപ്പ് മൂപ്പിച്ചിട്ടും പകുതി പരിപ്പ് അധികം മൂക്കാതെ വിളമ്പാകത്തിനും വറക്കുക. എന്നിട്ട് അടുപ്പത്ത് വെച്ചിട്ട് തേങ്ങാപ്പാൽ പിയ്യുക. 2 തേങ്ങേൻ്റെ പാൽ ചെറിയിട്ട് പാൽ പിഴിഞ്ഞിട്ട് ഇതിൽ ഒഴിച്ച് കൊടുക്കുക. ഇതിൽ തേങ്ങാപ്പാൽ തമ്പാലെടുത്ത് വെച്ചിട്ട് ആദ്യം ഇങ്ങനെ പിഴിഞ്ഞിട്ട് തമ്പാലെടുത്ത് വെക്കുക. അത് വാങ്ങിക്കഴിഞ്ഞിട്ടാകുമ്പോൾ അത് ഒഴിക്കണ്ടു. തമ്പാൽ ഞാൻ എടുത്ത് വെച്ചിട്ടില്ല. തമ്പാലെടുത്തിട്ടാച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് മിക്സിയിലിട്ട് ഒരിക്കൽ അനക്കിയിട്ട് എടുത്ത് എന്നാൽ അതിൻ്റെ ഫുള്ളായിട്ട് തേങ്ങാപ്പാൽ കിട്ടും. അതിന് വേണ്ടിയിട്ട് ഒരിക്കൽ അനക്കിയിട്ടില്ല, കൂടുതലൊന്നും അനക്കിയിട്ടില്ല. അതുകൊണ്ടെന്ന് വെച്ചാൽ പിന്നെ ഒരു ഒന്നാം പാൽ വെച്ച് രണ്ടാം പാൽ വരുമ്പം ചൂടുവെള്ളത്തിൽ കുഴച്ചും കൊടുക്കുമ്പോൾ തേങ്ങേൻ്റെ പാൽ തേച്ച് ഇങ്ങോട്ട് കിട്ടി. അങ്ങനെ ഇത് നല്ലൊരു അടിപൊളി പായസമാണ്. ഇതിന് കുറച്ച് കഴിയുമ്പോഴൊക്കെ നല്ലപോലെ ഉറക്കും. ഇപ്പം നല്ല പാകത്തിന് ആയിട്ടുണ്ട്. നല്ല മണമുണ്ട്, നല്ല കളറും ഉണ്ട്. കണ്ട പായസം ഇതാ നല്ല അടിപൊളി പായസമായിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല കുടിച്ച നല്ല കണ്ടീഷൻ പായസം, നല്ല കളറ്, നല്ല അടിപൊളി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് കഴിച്ച് നോക്കാം, കാണിച്ചു തരാം നിങ്ങൾക്ക്. കഴിച്ച് നോക്കിയിട്ട് കാണിച്ചു തരാം. നല്ല എന്നാ ടേസ്റ്റ്. നല്ല ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് കണ്ടോ, കണ്ടോ ഗ്ലാസ്സിൽ കണ്ടോ, പ്രഥമം കണ്ടോ നിങ്ങൾ ഗ്ലാസ്സിൽ. അതിൻ്റെ ഇത് കണ്ടോ ടേസ്റ്റ്, ഇത് കണ്ടോ. ഞാനൊന്ന് കുടിച്ച് കാണിച്ചു തരാം. ഇനി അതിൻ്റെ രുചി ടേസ്റ്റ് നോക്കട്ടെ ഞാൻ. നല്ല അടിപൊളി പായസം, നല്ല മധുരവും പാകം, നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല രുചിയുണ്ട്. ഇനി കുറച്ച് ചുക്ക് പൊടി കൂടി വേണം. ആ ചുക്ക് പൊടി
കൊണ്ടുവന്നിട്ടാകുമ്പോൾ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ട് ഇളക്കും. ഇത് ഇപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഏലക്കായൻ്റെ രുചി വരുന്നുണ്ട്, മുന്തിരി അണ്ടിപ്പരിപ്പും എല്ലാം വന്നിട്ടുണ്ട്. നല്ല കളറ്. പായസം എന്ന് പറഞ്ഞാലും പോരാ, നല്ല അടിപൊളി പായസം. പാകത്തിന് അധികം കൊഴുപ്പില്ല, കൂടുതൽ പാകം ഉറച്ചിട്ടില്ല. നമ്മൾ സദ്യക്കും കൂടി ഇത്ര നല്ല പായസം കിട്ടൂല, അത്രയും നല്ല ടേസ്റ്റാണ്. രണ്ട് തരത്തിൽ വറുക്കുമായിരുന്നു. ഒരു തരത്തിൽ വറുത്താലെങ്കിലും ആവില്ല, രണ്ട് തരത്തിൽ വറുത്തുകൊണ്ടാണ് ഇത്ര കണ്ടീഷനായി കിട്ടി. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങളെല്ലാവരും ഇതിൻ്റെ ടേസ്റ്റ് ഞാനീ പറഞ്ഞ പ്രകാരം നിങ്ങൾ എടുത്തിട്ട് ഇത് ടേസ്റ്റ് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ചെയ്തിട്ട് എനിക്ക് കമൻറ്റായിട്ട് ഇട്ട് തരണം. ഇത് പിന്നെ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ നല്ലൊരു അടിപൊളി പായസമാണ്. ഇന്നിപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. പിന്നെ ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഹൈപ്പും കൂടി അടിക്കണം. പിന്നെയെന്ന് വെച്ചാൽ ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ട് സബും ചെയ്ത് തരണം, സബും ചെയ്യുക. എല്ലാം ഇത് ഫുള്ളായിട്ട് കാണണം, സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. എന്നാൽ മാത്രമേ ഇത് ഉണ്ടാക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. ഇത് ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ട് നിങ്ങൾ നല്ല എങ്ങനെയുണ്ടെന്ന് ഇതിൻ്റെ രുചി നോക്കിയിട്ട് കമൻറ്റായിട്ട് ഇടണം. ഇന്നല്ലെങ്കിൽ വേറെ ദിവസത്തേക്കായാലും കമൻറ്റായിട്ട് ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റിൽ ഇടണം. എന്നിട്ട് പിന്നെ നാളെ വേറെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.